ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ടെക് ന്യൂസ് ആണ്. ടെക് ന്യൂസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയെന്ന് തോന്നുന്നു നമ്മൾ ടെക് ന്യൂസ് ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ടെക് ന്യൂസ് നോക്കാം. പുതിയ ഫോൺസ് ഏതൊക്കെയുണ്ട്, അല്ലാത്തതുമായിട്ടുള്ള നമുക്ക് ടെക് ന്യൂസ് നോക്കാം. ഐക്യുവിന്റെ IQ C10 ടർബോ പ്ലസ് എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. 8000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 12GB 512GB ആണ് വേരിയന്റ് വരുന്നത്. പിന്നെ UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ 60 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് MediaTek Dimensity 9400 Plus എന്ന് പറയുന്ന പ്രോസസറാണ്. ഇന്ത്യയിൽ വരുമെന്ന് അറിയത്തില്ല, ഇപ്പൊ ചൈനയിലാണ് ലോഞ്ച് ആയിരിക്കുന്നത്. പിന്നെ ലെനോവയുടെ ലെനോവ ഐഡിയ ടാബ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് MediaTek Dimensity 6000 എന്ന് പറയുന്ന പ്രോസസറാണ്. ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ള പ്രോസസറാണ്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 7040 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 8GB 256GB സ്റ്റോറേജ് വേരിയന്റ് ആണ് വരുന്നത്. ഈ ഒരു ടാബ്ലറ്റിന്റെ വൈഫൈ ഉള്ള പ്രൈസ് വരുന്നത് 16,999 ആണ്. അതുപോലെ 5G നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ പ്രൈസ് വരുന്നത് 19,999 ആണ്. പിന്നെ Redmi 15C അതിനി ഉടനെ ചൈനയിൽ ലോഞ്ച് ചെയ്യും എന്നാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് പറയുന്നത്. 6000 mAh ബാറ്ററി, 6.9 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് Dimensity 6000 പ്രോസസ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. കൺഫേം അല്ല. 14C തന്നെ വാല്യൂ ഫോർ മണി ഫോൺ അല്ലായിരുന്നു. ഇതിപ്പോ 15C അറിയത്തില്ല, പക്ഷെ ചൈനയിലാണ് ലോഞ്ച് ആയിരിക്കുന്നത്. പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ പോക്കോ M7 Plus എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ അണ്ടർ 15,000 വരും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ 7000 mAh ബാറ്ററി, പിന്നെ സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന പ്രോസസറാണ് വരുന്നത്. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ക്യാമറ അത്ര ബെറ്റർ ക്യാമറയൊന്നും അല്ല. 15,000 ഈ ഒരു ഫോൺ എനിക്കറിയത്തില്ല, കാരണം ഒരു 12,000 ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഈ ഒരു ഫോൺ എന്ന് പറയുന്ന Redmi 50 എന്ന് പറയുന്ന ഫോണിന്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിട്ടായിരിക്കും വരുന്നത്. Redmi 50 എന്ന് പറയുന്ന ഫോൺ ഓൾമോസ്റ്റ് ഈ സെയിം സ്പെക്ക് വെച്ച് തന്നെയാണ് വരുന്നത്. പക്ഷെ അത് 15,000 എന്നാണ് പറയുന്നത്. പക്ഷേ അത് വാല്യൂ ഫോർ മണി ആണോ എന്ന് വെച്ചാൽ 15,000 അകത്തത് വാല്യൂ ഫോർ മണി അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നല്ല ക്യാമറ കൊടുത്തിട്ടില്ല. പിന്നെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ അത് സ്നാപ്ഡ്രാഗൺ 6S Gen 3 ആണ്. അതായത് സ്നാപ്ഡ്രാഗൺ 6 Gen 1-നേക്കാൾ പവർ കുറഞ്ഞ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സർ. ചിലർ വിചാരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 6 Gen 1-നേക്കാളും പവർ കൂടിയതായിരിക്കും സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സർ. പക്ഷെ അല്ല, കുറഞ്ഞ ഒരു വേരിയന്റ് ആണ്. അതായത് എന്നാൽ ഈ ഒരു Dimensity 7025 അല്ലെങ്കിൽ Dimensity 7015 ആ ഒരു പ്രോസസ്സറിനേക്കാൾ കുറച്ചൊന്ന് കൂടിയ ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സർ. അപ്പോൾ ഒരു 16,000 എന്ന ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി അല്ല. ഇവരിപ്പോ ബേസ് വേരിയന്റ് 15,000 അണ്ടർ 15,000 എന്നാണ് പറയുന്നത്. കാര്യമായിട്ടുള്ള സ്പെക്ക് ഒന്നുമില്ല. ഒരു 10,000 അത്രേ വരുള്ളൂ സ്പെക്ക് നോക്കുമ്പോൾ. അതിന് മുകളിലുള്ള സ്പെക്ക് ഈ റെഡ്മിയിൽ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഈ റെഡ്മിയുടെ മിക്ക ഫോൺസ് ഇപ്പോൾ വാല്യൂ ഫോർ മണി ഫോൺസ് അല്ല. ആ ഒരു ഫോൺ ഇപ്പൊ റെഡ്മിയുടെ ഇറങ്ങുന്ന ഒരു ഫോൺ നമുക്ക് വാല്യൂ ഫോർ മണി ആവണമെങ്കിൽ ഒരു 1 ഇയർ കഴിയണം. അപ്പോഴേ ഒരു എക്സാക്ട് ആ ഒരു പ്രൈസിലേക്ക് എത്തുള്ളൂ. ഇറങ്ങുന്ന മിക്ക ഫോൺസും അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ IQ Z9X എന്ന് പറയുന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസ്സറാണ്. പക്ഷേ ആ ഒരു ഫോൺ അണ്ടർ 15,000 ഇറങ്ങിയെങ്കിലും നല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണായിരുന്നു. ആ ഒരു ഫോൺ ഇപ്പോൾ ഓൾമോസ്റ്റ് 11,000 10,000 ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനേക്കാൾ ബെറ്റർ സ്പെക്ക് ആ ഒരു ഫോണിലുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഗെയിമിംഗ് ഫോണൊന്നും അല്ല ഈ Redmi 50 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. ജസ്റ്റ് ഒരു നോർമൽ യൂസിന് വേണ്ടി എടുക്കാവുന്ന ഒരു ഫോണാണ്. അത്രയുള്ള സ്പെക്കേ ഉള്ളൂ. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, ഓൺലൈൻ ഫോണല്ല. അതായത് ഈ പോക്കോ M7 Plus എന്ന് പറയുന്ന ഫോണും Redmi 50 എന്ന് പറയുന്ന ഫോണും ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ പോക്കോ M7 Plusന്റെ ലോഞ്ച് ഡേറ്റ് വരുന്ന August 30 എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് Google Pixel 10 സീരീസിന്റെ ലോഞ്ച് ഡേറ്റ് ഈ മാസം വരുന്നുണ്ട്. August 20 ലോഞ്ച് ഉണ്ടാവുമെന്നാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് പറയുന്നത്. വേരിയൻസ് വരുന്നത് Google Pixel 10, Google Pixel 10 Pro, Google Pixel 10 Pro XL എന്ന് പറയുന്ന വേരിയൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു പിക്സലിന്റെ ഫോൾഡബിൾ ഫോണും ഉണ്ടാവും. പ്രോസസ്സർ നമുക്കറിയാലോ, ടെൻസറിന്റെ പ്രോസസ്സർ തന്നെ ആയിരിക്കും ഇതിലും വരുന്നത്. നല്ലൊരു ഗെയിമിംഗ് അല്ലാതെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ക്യാമറ വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. പിന്നെ സാംസങ് ഗാലക്സി A70 5G എന്ന ഫോൺ യൂറോപ്യൻ കൺട്രീസിൽ ലോഞ്ച് ആയിട്ടുണ്ട്.
പ്രോസസ്സർ വരുന്നത് Exynos 1330 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. പിന്നെ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡുവൽ ക്യാമറയാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറ വരുന്നത് 13 മെഗാ പിക്സലാണ്. പിന്നെ സ്റ്റോറേജ് വേരിയൻസ് വരുന്നത് 4GB 128GB 6GB 256GB വേരിയൻസ് ആണ് വരുന്നത് ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച്. പിന്നെ ഈ ഒരു ഫോണിൽ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഇപ്പോഴും 5000 mAh ബാറ്ററി. ഇന്ത്യൻ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 24,000 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഓപ്പോ K13 ടാർപ്പോ സീരീസ് ഓഗസ്റ്റ് ലെവലിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് വരുന്ന റിപ്പോർട്ട്സ്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 4 ആയിരിക്കും വരുന്നത്. അണ്ടർ 40K പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. ഗെയിമിങ്ങിനായിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.8 ഇഞ്ചാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് 12GB 256GB ഒരു വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ 7000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. നോക്കാം. അങ്ങനെ ഓപ്പോയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഗെയിമിംഗ് ഫോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് ഉടനെ തന്നെ സാംസങ് ഗാലക്സി S25 FE വരുന്നുണ്ട്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് വേരിയൻസ് 8GB 128GB 8GB 256GB ആയിരിക്കും വരുന്നത്. പിന്നെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ എക്സിനോസിന്റെ പ്രോസസ്സർ ആയിരിക്കും മിക്കവാറും ഇതിലും വരുന്നത്. Exynos 2400 എന്ന് പറയുന്ന പ്രോസസ്സർ. സാംസങ് എക്സിനോസ് പ്രോസസ്സർ എന്ന് മാറ്റുമോ എന്തോ, ഐ ഡോണ്ട് നോ. ക്യാമറ ആണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 12 മെഗാ പിക്സലിന്റെ എക്സ്ട്രാ വൈഡ് ആംഗിൾ ലെൻസും 8 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും ആണ് കൊടുക്കുന്നത്. പിന്നെ ബാറ്ററി ഇതിൽ ഷോവാണ് 4900 mAh ആണ് കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സാംസങ് ഫാൻസിന് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അടുത്ത ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ ഒരു ഫോണാണ്. വിവോയുടെ Y04S എന്ന് പറയുന്ന ഫോൺ ഇന്ത്യൻ വിഷയത്തിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ആവുകയാണെങ്കിൽ ഇത്ര പ്രൈസ് വരുമെന്ന് അറിയത്തില്ല. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.74 ഇഞ്ചിന്റെ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 517 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. യൂണിസോക് T612ന്റെ പ്രോസസ്സറാണ്. പിന്നെ LPDDR4Xന്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹോണറിന്റെ ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്. ഹോണർ പ്ലേ 70 പ്ലസ് എന്ന് പറയുന്ന ഫോൺ. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് വേരിയന്റ് വരികയാണെങ്കിൽ 12GB 256GB 12GB 512GB എന്ന് പറയുന്ന രണ്ട് വേരിയൻസിലാണ് വരുന്നത്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സർ വരുന്ന സ്നാപ്ഡ്രാഗൺ 6 Gen 3 ആയിരിക്കും. പിന്നെ 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ വിവോ Y04S എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 14,000 പ്രൈസ് റേഞ്ചാണ് വരുന്നത്. അണ്ടർ 50K ആയിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. മേ ബി ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാവും. പിന്നെ ഇൻഫിനിക്സ് GT30 5G എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഫോൺ അണ്ടർ 20K ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ Dimensity 7400 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 10-bit ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 4500 nits പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ Gorilla Glass 7iയുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. LPDDR5Xന്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫിനിക്സിന്റെ നല്ലൊരു ഗെയിമിംഗ് ഫോൺ അണ്ടർ 20K എടുക്കാൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോണാണ്. അതായത് ഈ ഒരു സെയിം പ്രൈസിൽ തന്നെ ഈ ഒരു സെയിം പ്രോസസ്സറായിട്ട് വേറെ 2 ഫോൺസും വന്നിട്ടുണ്ടായിരുന്നു. ഗെയിമിംഗ് ഫോൺസ് iQ C10Rഉം Vivo T4Rഉം. പിന്നെ ഓൾമോസ്റ്റ് സെയിം സ്പെക്ക് ആണ്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓപ്പോ K13 അതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറയും എന്നാൽ ഗെയിമിംഗും കൂടി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സറുള്ള ഫോൺസ് എടുക്കാം. പിന്നെ വേറെ ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ റീസെന്റ് ആയിട്ട് ഒരു റിയൽമി 15 സീരീസ് ലോഞ്ച് ആയിരുന്നു. അതിന്റെ ഗെയിം ഓഫ് ത്രോൺസ് ലിമിറ്റഡ് എഡിഷൻ മലേഷ്യയിൽ ഉടനെ ലോഞ്ച് ആവും. റിയൽമി 15 സീരീസിന് വാല്യൂ ഫോർ മണിയുണ്ട്. പിന്നെ അതിന്റെ ലിമിറ്റഡ് എഡിഷൻ ആവുമ്പോൾ കുറച്ചും കൂടി പ്രൈസ് കൂടുതലായിരിക്കും. അത് പക്ഷെ ഇപ്പം ഇന്ത്യയിലല്ല, മലേഷ്യയിലാണ് ലോഞ്ച് ആവാൻ പോകുന്നത്. പിന്നെ സാംസങ് ഗാലക്സി S10 ലൈറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് കൊറിയയിൽ ഉടനെ ലോഞ്ച് ആവും. ഇന്ത്യയിലെപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അതിലും എക്സിനോസിന്റെ പ്രോസസ്സറാണ്. Exynos 1380 എന്ന് പറയുന്ന പ്രോസസ്സർ. ഈ സാംസങ്ങിന് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ടാബിലും ഫോൺസിലും എല്ലാം എക്സിനോസിന്റെ പ്രോസസ്സറാണല്ലോ. 8000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഭാഗ്യം. ഇനി അടുത്തതെന്ന് പറയുന്നത് Asus VivoBook S60 എന്ന് പറയുന്ന ലാപ്ടോപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. 16GB 512GB ആണ് സ്റ്റോറേജ് വേരിയന്റ് വരുന്നത്.
ഇതിന്റെ പ്രൈസ് വരുന്നത് 79,999 ആണ്. 18,000 സ്നാപ്ഡ്രാഗൺ എക്സ് സീരീസിലുള്ള പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഷോമി അവരുടെ അടുത്ത ഫോണിൽ 9000 mAh ബാറ്ററി വെച്ചിറക്കാനായിട്ട് എക്സ്പെരിമെന്റ്സ് നോക്കുന്നുണ്ട്. വർക്ക് ചെയ്യാണ് അവരുടെ ടീം. അതുപോലെ ഹോണർ 10,000 mAh ബാറ്ററി വെച്ച് ഫോൺ ഇറക്കാനായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററിക്ക് mAh ബാറ്ററി കോമ്പറ്റീഷൻ ആണ് നോക്കാം. പിന്നെ ഈ ഒരു ഷോമിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര mAh ബാറ്ററി കൊടുത്താൽ പോലും അതിൽ ഹീറ്റിംഗ് ഇഷ്യൂ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ട്. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഉടനെ വരുമായിരിക്കും 9000 10,000 mAh ബാറ്ററിക്കുള്ള ഫോൺസ് നോക്കാം. പിന്നെ IQ TWS Air 3 Pro ചൈനയിൽ ഉടനെ ലോഞ്ച് ആവും. അതിന്റെ കൂടെ തന്നെ 10,000 mAh പവർ ബാങ്കിൽ ലോഞ്ച് ആവുന്നതായിരിക്കും. ഇന്ത്യയിലല്ല, ചൈനയിലാണ്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് റിയൽമിയുടെ P3 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. ഇപ്പൊ അതാ ഉടനെ തന്നെ P4 സീരീസും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമെന്നാണ് റീസെന്റ് റൂമേഴ്സ് അനുസരിച്ച് വരുന്ന റിപ്പോർട്ട്സ്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 16 ആയി ഉടനെ തന്നെ ബംഗ്ലാദേശിൽ ലോഞ്ച് ആവും. ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh ബാറ്ററിയാണ്. IP64 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 6GB RAM 128GB സ്റ്റോറേജ് വേരിയന്റ് ആണ് വരുന്നത്. Dimensity 6400 പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 40,000 പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു സ്പെക്കിന് ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം വേറെ ഫോൺ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ വിവോയുടെ പുതിയൊരു ക്യാമറ ഫോൺ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ആവും. August 12 ലോഞ്ച് ഡേറ്റ് വരുന്നത്. വിവോ V60 V സീരീസ് എല്ലാം നല്ല ക്യാമറ ഫോൺസ് ആണ്. ആ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു 35-36 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു ക്യാമറ ഫോൺ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്രൊസസ്സർ ഒരു ഗെയിമിംഗ് പ്രൊസസ്സർ അല്ല. അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോൺ വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. പിന്നെ വിവോയുടെ T4 Pro എന്ന് പറയുന്നൊരു ഫോൺ ചിലപ്പോൾ ലോഞ്ച് ആവും. Dimensity 8400 എന്ന് പറയുന്ന പ്രൊസസ്സറൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അണ്ടർ 30 പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. അതിനോടൊപ്പം തന്നെ മിക്കവാറും IQ C10 Pro എന്ന് പറയുന്ന ഡിവൈസും ലോഞ്ച് ആവും. പിന്നെ ലാവ അഗ്നി 4 എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോൺ വരുന്നത് അണ്ടർ 25,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ വിവോ Y400 5G എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ആയി. ആ ഒരു ഫോണിന്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. വാല്യൂ ഫോർ മണി ഫോൺ അല്ല. നിങ്ങൾ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ മാത്രം ആ ഒരു ഫോൺ എടുക്കുക. ആ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ്. 22,000 പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു ഫോൺ വരുന്നത്. 6000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. സ്പെക്ക് വാല്യൂ ഫോർ മണി അല്ല. അപ്പോൾ നോക്കണ്ട, നോർമൽ യൂസർ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫോൺ ഓപ്ഷൻ നോക്കുക. പിന്നെ ഗൂഗിൾ പിക്സൽ ബഡ്സ് 2a വരുന്നുണ്ട്. അതുപോലെ ഗൂഗിൾ പിക്സൽ വാച്ച് 4 വരുന്നുണ്ട്. അതുപോലെ ഓപ്പോ A6 Pro 5G ഉടനെ ലോഞ്ച് ഉണ്ടാവും. ഹോണർ പ്ലേ 10C എന്ന് പറയുന്ന ഫോൺ ഉടനെ ലോഞ്ച് ഉണ്ടാവും. സെഗ്മെന്റിൽ വരുന്ന ഫോണായിരിക്കും. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഫോണിൽ കൊടുക്കുന്ന പ്രോസസ്സർ Dimensity 6000 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. പിന്നെ 6000 mAh ബാറ്ററി 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ 4GB 128GB 6GB 128GB 8GB 256GB എന്ന വേരിയൻസിലാണ് വരുന്നത്. ഈ ഒരു ഫോൺ ഓഫീഷ്യലി ചൈനയിലാണ് ഇപ്പോൾ ലോഞ്ച് ആവുന്നത്. പിന്നെ അതുപോലെ സാംസങ്ങിന്റെ ടാബ് സാംസങ് ഗാലക്സി S11 സാംസങ് ഗാലക്സി S11 Ultra എന്ന് പറയുന്ന ടാബ്ലെറ്റ്സ് വരുന്നുണ്ട്. ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹോണർ മാജിക് 8 Ultra ഉടനെ ചൈനയിൽ ലോഞ്ച് ആവും. ലീക്സ് ആൻഡ് റൂമേഴ്സ് അനുസരിച്ച് 200 മെഗാപിക്സലിന്റെ ഓംനിഷന്റെ ക്യാമറയൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നത്. ചൈനയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രൊസസ്സർ വെച്ചിട്ട് ലെനോവയുടെ ഒരു ടാബ് ഉടനെ ലോഞ്ച് ആവും. ലെനോവോ സിയോക്സിൻ ടാബ്ലെറ്റ് Pro GT 11 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും. LPDDR5X റാം ആയിരിക്കും. UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ മോട്ടോറോള മോട്ടോ G06 ലോഞ്ച് വരുന്നുണ്ട്. അതുപോലെ ഇൻഫിനിക്സ് Xpad 20 Pro എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉടനെ ലോഞ്ച് ആവും. പിന്നെ ഇൻഫിനിക്സ് ഹോട്ട് 16 Pro Plus ചിലപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആവും. നൈജീരിയയിൽ മുൻപ് ലോഞ്ച് ആയിരുന്നു. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 14,000 പ്രൈസ് റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയുള്ള ടെക്നോളജി ഞാൻ അടുത്ത അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ലിസ്റ്റിൽ കൂടുതലും ഇന്ത്യയിലല്ലാതെ പുറത്തുള്ള രാജ്യത്തിലൊക്കെയാണ് കൂടുതൽ ലോഞ്ച് വരുന്നത്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും ഇനി ഇന്ത്യയിലേക്ക് ലോഞ്ച് വരുന്നത്. അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഫോൺസ് ഉണ്ട്. പിന്നെ അതിൽ ചിലതൊക്കെ വാല്യൂ ഫോർ മണിയാണ്, ചിലതൊന്നും വാല്യൂ ഫോർ മണിയല്ല. റെഡ്മിയൊക്കെ ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോറിന്റെ ആ ഒരു രീതിക്കാണ് ഫോൺസ് ഇറക്കുന്നത്. 10,000 പ്രൈസ് റേഞ്ചിൽ ഇറക്കേണ്ട ഫോൺസ് ഒക്കെ ഇപ്പോൾ 15,000 16,000 പ്രൈസ് റേഞ്ചിലാണ് ഇറക്കുന്നത്. റെഡ്മിയുടെ നോട്ട് സീരീസ് അവർ വൻ വധമായിരുന്നു. കാരണം ഒരു ഫോൺ വാല്യൂ ഫോർ മണിയല്ല.
14 Pro ആയിരുന്നു കുറച്ചെങ്കിലും വാല്യൂ ഫോർ മണി. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അതും അത്ര വാല്യൂ ഫോർ മണി അല്ല. വാല്യൂ ഫോർ മണി ഫോൺസ് ഇറക്കുന്നതിൽ റെഡ്മി റിയൽമി ആയിരുന്നു കോമ്പറ്റീഷൻ ആയിരുന്നത്. ഇപ്പോൾ കോമ്പറ്റീഷൻ വരുന്നത് ടെക്നോ, ഇൻഫിനിക്സ്, IQ ഇതൊക്കെയാണ് കോമ്പറ്റീഷനായിട്ട് വാല്യൂ ഫോർ മണി ഫോൺസ് വരുന്നത്. ഇപ്പോൾ ഓപ്പോയുടെ K സീരീസ് ആയിട്ടുള്ള ആ ഒരു സീരീസും വാല്യൂ ഫോർ മണി ഫോൺസ് ഇറക്കുന്നുണ്ട്. റെഡ്മി ഇപ്പോൾ പോക്കോ ഫോൺസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ പോക്കോ ഫോൺസിൽ ബാറ്ററി ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫോണും ഇല്ല. എല്ലാ ഫോൺസിനും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. പിന്നെ ഒരു ഫോൺ വാങ്ങുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു ഓൾ. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ എൻ്റെ യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ലോങ് വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്.